കബാലയിലെ ജീവവൃക്ഷവും അതിൻ്റെ ശരീര സംബന്ധവുമായ ഒരു ചെറിയ ലളിതമായ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കബാലയിലെ ട്രീ ഓഫ് ലൈഫ് എന്നത് മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മീയ നിലയെയും ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന സംസ്കൃതിയാണ്. ഇതിൽ പ്രധാന 10 സെഫിറോത്സ് ഉണ്ട്. ഓരോന്നും നമ്മുടെ ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളുമായി കാണപ്പെടുന്നു. ഖേദർ എന്ന് പറയുന്നത് തലയ്ക്ക് മുകളിലെ ഭാഗമായ ക്രൗൺ ഏരിയ ആണ്. അതുപോലെ ചോക്മ വലത് തലച്ചോറിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് അനുഭവാത്മകമായ ബുദ്ധി എന്നാൽ ഇൻറ്റ്യൂഷൻ നിയന്ത്രിക്കുന്നു. വലത് തലച്ചോറ് ഇടത് കണ്ണിനെയും ഇടത് ചെവിയെയും നിയന്ത്രിക്കുന്നു. അതായത് ചോക്മ ഇടത് കണ്ണിനെയും ഇടത് ചെവിയെയും നിയന്ത്രിക്കുന്നു എന്നർത്ഥം. ഭീന ഇത് ഇടത് തലച്ചോറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് തർക്കശക്തിയും സാമൂഹിക നിയമങ്ങളൊക്കെ മാനിച്ച് ജീവിക്കാൻ നമ്മെ നിയന്ത്രിക്കുന്നത്. അതിനാൽ ഇത് വലത് കണ്ണിനെയും വലത് ചെവിയെയും നിയന്ത്രിക്കുന്നു. ഡാത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മക്ഷേത്രമാണ്. അതായത് സെഫിറയാണ്. അത് തൊണ്ടയെയും പ്രതിനിധീകരിക്കുന്നു. വാക്കും ശബ്ദവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ചെസെദ് ഇടത് തോൾക്കും കൈക്കും ഇടത് തോളിനും കൈയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഗൗറ വലത് തോളും വലത് കൈയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. തിഫ്രേത്ത് നാഭിയോ അഥവാ നേവൽ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാഭി ഏരിയ നേവൽ ഏരിയ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. തിഫ്രേത്ത് എന്നാണ് ഇതിൻ്റെ പേര്. നെറ്റ്ച സ്പെല്ലിങ് NETZAH എന്നാണ്. നെറ്റ്ച ഇടത് ഹിപ്പും വലത് കാലുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ ഹോഡ് വലത് ഹിപ്പും വലത് കാലുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. യശോദ് നമ്മുടെ ജനനേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാൽക്കുത്ത് സോൾ മൈനർ ചക്രകളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോൾ അതുപോലെ തന്നെ കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ശരീരത്തിലെ മുകളിലേക്ക് താഴെ നിന്ന് പോകുന്ന ഊർജയാത്രയെയും ആത്മീയ വളർച്ചയെയുമാണ് കാണിക്കുന്നത്. ഇതുപോലെ ശരീരം 3 ഭാഗങ്ങളായി കാണുന്നു. ഇടതുഭാഗം ദയയുടെ പില്ലർ ഓഫ് മേഴ്സി, കാരണം ഇത് വലത് തലച്ചോറിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. വലതുഭാഗം ചിട്ടയുടെയും കർശനമായി കൃത്യതയുടെയും മായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധപ്പെട്ടിരിക്കുന്ന പില്ലറാണ്, അതായത് തൂണാണ്. ഇത് ഇടത് തലച്ചോറിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇവയുടെ മധ്യഭാഗം സമത്വത്തിൻ്റെ തൂണ് എന്നറിയപ്പെടുന്നു. നേച്ചുറൽ പില്ലർ എന്നാണ് അറിയപ്പെടുക. അതായത് ആത്മീയ സമത്വത്തിൻ്റെ പാത. ഒന്ന് പില്ലർ ഓഫ് മേഴ്സി, ഒന്ന് പില്ലർ ഓഫ് സെവേറിറ്റി, ഒന്ന് നേച്ചുറൽ പില്ലർ. മനുഷ്യൻ്റെ ആത്മീയ ശരീരവും ഭൗതിക ശരീരവും തമ്മിലുള്ള ഈ ബന്ധം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ധ്യാനം, ചികിത്സ, ആത്മീയ വളർച്ച എന്നിവ കൂടുതൽ ആഴമുള്ളതായിത്തീരുന്നു. യോഗ പ്രാണവിദ്യയുടെ പല കോഴ്സുകളിലൊന്നാണ് ഈ എസെൻസ് ഓഫ് എ മാൻ, സ്പിരിച്വൽ പാത്ത്. കബല സയൻസൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ ഈ കബല ട്രീ ഓരോ ജന്മ തീയതി അനുസരിച്ച് നമുക്ക് ജന്മമാസവും ജന്മതീയതി അറിയുകയാണെങ്കിൽ നമുക്കൊരാളുടെ ഒരു കൊല്ലത്തെ ലൈഫ് സൈക്കിൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കേവർക്കും യോഗ പ്രാണവിദ്യയിലേക്ക് സ്വാഗതം. അതുപോലെ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെയും മഹാത്മാ ചൊവാക്കോക്സിയുടെയും മാ ഷാർലറ്റിൻ്റെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമസ്തേ. രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ. താങ്ക് യു.